ഹലോ, ഇന്ന് നമുക്ക് ക്ലേ വെച്ചിട്ടൊരു സാധനം അങ്ങനെ ഉണ്ടാക്കിയാലോ? ഒരു ചന്ദനത്തിരി കുത്താൻ പറ്റിയൊരു സാധനമേ. ഉണ്ടാക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇതുപോലെ ക്ലേ ഓരോ തിക്നെസ്സിൽ നീളത്തിൽ അങ്ങോട്ട് പരത്താം. ഞാനിവിടെ ഒരു തൂവലിൻ്റെ ഷേപ്പ് വന്നത് ഒരു പേപ്പറിനകത്ത് അങ്ങോട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടാ? എന്നിട്ട് അത് ആ പേപ്പർ ആ ക്ലേയുടെ മുകളിൽ അങ്ങോട്ട് വെക്കുക, ഒന്നും കൂടി അമർത്തി കൊടുക്കുക, ആ ഷേപ്പിനകത്തൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്യണ പരിപാടിയില്ലേ, അത് നല്ല രസമാണ് കേട്ടോ. ആദ്യം ഷേപ്പ് അങ്ങോട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ സൈഡിൽ നിന്ന് ഇതുപോലെ ആ ഷേപ്പ് അങ്ങോട്ട് ആക്കി കൊടുക്കാം. ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു സാധനം എടുക്കാം, ഈർക്കിലായാലും മതി കേട്ടോ. എന്നിട്ട് നല്ല കറക്റ്റായിട്ടുള്ള ഷേപ്പാക്കി കൊടുത്തിട്ട് ആ തൂവലങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് പിന്നെ വെള്ളം തൊട്ടിട്ടില്ലേ, സൈഡ് മൊത്തം നന്നായിട്ട് സ്മൂത്താക്കി എടുക്കാം. എപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യാൻ വന്നാലും ഈ കോഴിനെ കൊണ്ട് ഭയങ്കര മേടാണ് കേട്ടോ. അതുകൊണ്ട് അതൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ഇല്ലേ, ഇതുപോലെ നീളത്തിൽ ഉരുട്ടി ഉരുട്ടി എടുക്കാം. ഉരുട്ടി കഴിഞ്ഞിട്ടേ നമ്മുടെ ആ തൂവലിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ എന്താ പറയുക, ഒന്നിങ്ങനെ പതുക്കെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആ ഉരുട്ടി വെച്ചതിനകത്തും ചെറുതായിട്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കൊടുത്തിട്ട് അത് അതിനകത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പയ്യെ പയ്യെ അമർത്തി കൊടുത്തിട്ട് അത് മൊത്തം കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ചെറിയ സാധനം അങ്ങ് എടുക്കാം. എന്നിട്ട് ആ സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് അറ്റം വരെ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മുടെ വെള്ളം എടുക്കാം, വെള്ളത്തിലിങ്ങനെ കൈ മുക്കാം. എന്നിട്ട് പിന്നെ ഉരുട്ടി വെച്ച് നടക്കത്തെ സാധനമില്ലേ, അതിനകത്ത് ഇതുപോലെ കൈ കൊണ്ട് ചെയ്ത് കൊടുക്കാം. ഇതറ്റം വരെ ചെയ്ത് കൊടുത്തിട്ടില്ലേ, ഇതുപോലത്തെ എന്തെങ്കിലും കൂർത്ത സാധനം എടുക്കാം. എന്നിട്ട് നമ്മുടെ തൂവലിനകത്ത് ഇതുപോലത്തെ ഡിസൈനില്ലേ, അതങ്ങോട്ട് വരച്ചു കൊടുക്കുക. ഈർക്കിലൊക്കെ ആയാലും മതി കേട്ടോ. ഇതിങ്ങനെ രണ്ട് സൈഡും ഒരേപോലെ അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് വരച്ചു കൊടുക്കാം. ഇത് മൊത്തം വരച്ച് കഴിയുമ്പില്ലേ, ഇത് ഇതുപോലെ ഇടിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഇങ്ങനെ സൈഡിൽ നിന്ന് പയ്യെ ഈ കാണണ പോലെ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. പതുക്കെ പതുക്കെ ചെയ്യണം കേട്ടോ. ഇച്ചിരി കട്ടിക്കാണ് നമ്മൾ പരത്തണമെങ്കിൽ ഇതൊന്നും പൊടിഞ്ഞൊന്നും പോകില്ല. കട്ടി കുറവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും തന്നെ ഈ സാധനം അവിടെ നിന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോയി. അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് പിന്നെ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് വളഞ്ഞ് പുളഞ്ഞൊക്കെ വെക്കാം. അല്ലെങ്കിൽ കറക്റ്റ് നേരെ തന്നെ ഇരിക്കൂലേ, തൂവലൊക്കെ അല്ലേ, ഒന്ന് വളഞ്ഞിരിക്കുമ്പോഴല്ലേ അതിൻ്റെ ഭംഗി വരുള്ളൂ. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് പതുക്കെ ഒന്ന് വളച്ച് വെക്കാം. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടില്ലേ, ഒരു ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കൂടി ഒന്ന് വളച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ വളച്ച് വെച്ചേക്കുന്ന സാധനമില്ലേ, എന്നിട്ട് അതിൻ്റെ അടിയിലായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സാധനം കൂടി വെച്ച് കഴിഞ്ഞാൽ, സപ്പോർട്ടിനായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങി കഴിയുമ്പോഴും അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഇല്ലേ, ഒരു കുറുത്ത സാധനം എടുക്കുക. കുറുത്ത സാധനം എടുത്തിട്ട് ഇപ്പം ഇങ്ങനെ കണ്ടില്ലേ കുഴിച്ചു കൊടുത്തത്, അതുപോലെ ഉള്ളിലോട്ട് നന്നായിട്ടൊന്ന് കുഴിച്ചു കൊടുക്കുക. അതിനകത്ത് വേണം നമുക്ക് ചന്ദനത്തിരി കുത്തി വെക്കാനേ. എത്ര ചന്ദനത്തിരിയാണ് കുത്തേണ്ടതെന്ന് വെച്ചാൽ അത്രയും നമുക്ക് കുഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നന്നായിട്ട് അങ്ങനെ ഉണക്കിയെടുക്കാം. ഉണങ്ങി കിട്ടാൻ വേണ്ടിയില്ലേ, കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു 24 മണിക്കൂറിൽ കൂടുതൽ എടുക്കും കേട്ടോ. മഴയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിനേക്കാളും വൈകും. പിന്നെ ഒരു സാൻഡ് പേപ്പർ അങ്ങനെ എടുക്കുക, പുറകിൽ നന്നായിട്ട് അങ്ങോട്ട് ഉരക്കാം. ഉരച്ച് കഴിയുമ്പോഴില്ലേ പുറകിൽ നന്നായിട്ട് സ്മൂത്തായിട്ടിരിക്കും. എന്നിട്ട് പിന്നെ നമ്മുടെ പെയിൻറ്റ് എടുക്കാം. ഏത് കളറാണ് പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ആ കളർ അങ്ങനെ അടിച്ചു കൊടുക്കാം. ഞാനിവിടെ മൊത്തത്തിലൊരു ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡിലും ഗോൾഡൻ കളർ വെച്ച് ഹൈലൈറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ രണ്ട് സൈഡും ചെയ്തിട്ടില്ല. അവസാനമായപ്പോഴേക്കും ഒരു സൈഡിനകത്ത് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഗോൾഡൻ കളർ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ തന്നെ ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്ക് ലാസ്റ്റായിട്ട് ഇത്തിരി വാർണിഷും കൂടി അങ്ങോട്ട് അടിക്കണം. അപ്പം അതും കൂടി അടിച്ച് കഴിഞ്ഞാൽ പിന്നെ സെറ്റായില്ലേ. അതും കൂടി അടിച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൂടി ഉണക്കി കഴിഞ്ഞാൽ സാധനം പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് സെറ്റായി. അപ്പോൾ ഇതെങ്ങനെയുണ്ട്? അപ്പോൾ നോക്കി, വാർണിഷൊക്കെ അടിച്ച് വെച്ചിട്ട് മൊത്തത്തിൽ ഉണങ്ങി കഴിഞ്ഞപ്പോഴേക്കും സാധനം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഒന്ന് ചന്ദനത്തിരി കത്തിച്ച് വെക്കണ്ടേ. ചന്ദനത്തിരി അങ്ങോട്ട് കുത്തുക, പിന്നെ അങ്ങോട്ട് കത്തിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഇത്? അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുന്നേ. പിന്നെ പറ്റുമെങ്കിൽ ഒരു കമൻറ്റും കൂടി.